ഏത് നിമിഷവും സ്പന്ദനം നിലച്ചു പോവും. എനിക്കിവിടെ രക്ഷിച്ചേ പറ്റൂ. വെന്റിലേറ്റർ അറേഞ്ച് ചെയ്യൂ. ക്യുക്ക്. വെന്റിലേറ്ററില്ല. എന്നുവെച്ചാ എന്താ മക്കളെ? എന്നുവെച്ചാ മനസ്സിലായില്ലേ അമ്മയ്ക്ക്? ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു യന്ത്രത്തിന്റെ സഹായം വേണമെന്ന്. അതില്ല അച്ഛാ, തീർന്നു. ആരും പ്രതീക്ഷ കൈവിട്ടതുപോലെ സംസാരിക്കരുത്. വെന്റിലേറ്റർ ഒരു സഹായിയാണ്. ഹൃദയത്തിനും ശ്വാസകോശത്തിനുമൊക്കെ കൂടുതൽ ആയാസം കൊടുക്കാതിരിക്കാനുള്ള ഒരു ഉപകരണം. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എത്രയോ പേരുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, ഉറച്ചങ്ങ് വിശ്വസിക്കാം. പണം ഞാൻ തരാം, പക്ഷേ എനിക്കതിനെന്താ ഒരു ഉറപ്പ്? കറിയാച്ചൻ എന്ത് ഉറപ്പാ വേണ്ടത്? അഴകത്ത് വീടിന്റെ ആധാരം? ഏയ് അതുപോരാ. ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ സൈൻ ചെയ്ത് തരും. അതുകൊണ്ടെന്ത് കാര്യം? രജിസ്ട്രേഷൻ നിങ്ങളുടെ പേർക്കല്ലേ? ചെക്ക് ലീഫും പ്രോമിസറി നോട്ട് കൂടി തരാം. അതല്ലെങ്കിലും തരണമല്ലോ. പിന്നെ എന്ത് വേണമെന്ന് പറ. ഞാൻ തുറന്നങ്ങ് പറയാം. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തരണം. രജിസ്ട്രേഷന്റെ കാശ് ഞാൻ തരും. നിങ്ങൾ പണം മടക്കി തരുമ്പോൾ തിരിച്ച് രജിസ്റ്റർ ചെയ്ത് തരും. അതിനുള്ള പണം നിങ്ങൾ മുടക്കണം. അല്ല, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും പേരിലുള്ള ഒരു പ്രോപ്പർട്ടി. എനിക്ക് 5 സെന്റിന്റെ ഭൂമി പോലും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. ഞാനിപ്പോൾ എങ്ങനെയാ? ഭാര്യയോട് ആലോചിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരും ആലോചിക്കാനൊന്നും പോണ്ട. എന്റെ വീടും സ്ഥലവും മതിയെങ്കിൽ ഞാനത് തരാം. പക്ഷേ കാശ് തന്നു കഴിയുമ്പോൾ തിരിച്ചെഴുതി തരും എന്നതിന് എന്താ ഉറപ്പ്? വിശ്വാസം. ഇത്തരം കാര്യങ്ങളിൽ പൊതുവെ കോടികളിറക്കുന്ന ഞങ്ങൾ ആരെയും ചതിക്കാറില്ല. ഒരാളെ ചതിച്ചാൽ പിന്നെ ആരും ഞങ്ങളെ വിശ്വസിക്കില്ല. ഇത് ഞങ്ങളുടെ തൊഴിലല്ലേ. സമ്മതം. പണം റെഡിയാക്കി വെച്ചോ. എപ്പോഴാ വേണ്ടതെന്നോ ഞാൻ പറയാം. സാറ് വിളിച്ചിരുന്നോ? എന്തായി മാഡം? റിമാൻഡ് കാലാവധി തീരാറായല്ലോ. എന്താ കുട്ടികൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാശിന്റെ ഇടപാടുകളൊക്കെ തീർത്ത് കോടതി വഴി പണം കെട്ടിവെച്ച ജാമ്യം കിട്ടാവുന്ന വകുപ്പാ. ശ്രമിക്കുന്നുണ്ടാവും. വീട് പണയപ്പെടുത്തിയായാലും പണമുണ്ടാക്കാന്ന് പറഞ്ഞ മോൻ പോയത്. ആരാ മാഡം നിങ്ങളെ ചതിച്ചത്? എന്തെങ്കിലും ഒരു ഊഹം ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ചതിക്കപ്പെട്ടു. ആരൊക്കെ അതിന് കൂട്ടുനിന്നൂന്ന് എനിക്കറിയില്ല. ഊഹങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ അത് അബദ്ധമാവും. അത് വേണ്ട. ഇവിടെ നിറങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ചതിച്ചവരെ. കാരണം ശത്രു പുറത്തല്ല സാർ, അകത്താ. തറവാട്ട് മുതൽ കട്ടെടുക്കാൻ ധൈര്യം കാണിച്ചവർ വീടിനകത്ത് തന്നെയുണ്ട്. ഉണ്ണിയമ്മ സംസാരിക്കാൻ നിൽക്കണ്ട, പോയി കിടന്നു. മോളുടെ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാലേ എന്നെ വിളിക്കാവൂ.
ഞാൻ പൂജാമുറിയിലുണ്ടാവും. അപ്പൊ കിടക്കണില്ലേ? ഇല്ല, കിടക്കാനല്ല, കരഞ്ഞ് പ്രാർത്ഥിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാ കരഞ്ഞു പ്രാർത്ഥിക്കുന്നേ? അല്ല, ഉത്തരം പറഞ്ഞിട്ട് പോ. ഏടത്തൊന്ന് വെറുതെ ഇരിക്കണുണ്ടോ? ഉണ്ണിയമ്മയ്ക്ക് നല്ല സുഖമില്ല. അത് രാവിലെ ഇവിടുന്ന് പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അല്ല, നിന്നെ എന്തിനാ പോലീസ് വിളിപ്പിച്ചേ? അത് വെറുതെയാ. വെറുതെ പോലീസുകാർ വിളിപ്പിക്കോ? ആനന്ദേ, ദുരൂഹത, വീണ്ടും വീണ്ടും ദുരൂഹത. നീ എന്ത് തീരുമാനിച്ചു? ഇനി അവള് വന്നാലും ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കോ? ഞാൻ എന്താ വേണ്ടത്? നീ എന്തു വേണമെങ്കിലും തീരുമാനിച്ചോ. ഞാൻ എന്തായാലും അവൾക്കൊപ്പം താമസിക്കില്ല. ഛേ, അമ്മ അങ്ങനെ പറഞ്ഞ അവനെ വിഷമിപ്പിക്കാതെ. നമുക്ക് കൂട്ടായിട്ടിരുന്ന് ഒരു തീരുമാനം എടുക്കാം. അവൾ താമസിക്കുന്നിടത്ത് താമസിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുക്കമല്ല. നീ കൂടെ ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കില്ലതാനും. അവൾക്കൊപ്പം ജീവിക്കാനാണ് ഇപ്പോഴും നിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഈ ജീവിതം അവസാനിപ്പിക്കല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഇങ്ങനൊന്നും പറയില്ല ഗീതമ്മേ. എന്നാ പിന്നെ നമുക്ക് 3 പേർക്കും കൂടെ അങ്ങ് മരിക്കാം. എന്തിന്? അവളെ വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഇവിടെ ഉള്ളൂ. അതെ, പക്ഷേ ഇവനങ്ങനെ തീരുമാനിക്കണ്ടേ? കുടുംബത്തിനെതിരായ ഒരു തീരുമാനവും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. നിങ്ങളെ അനാഥമാക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. വീടും സ്ഥലവും പണയത്തിലെടുക്കാൻ ഞാൻ ഒരാളിനെ കൊണ്ടുവരാം. അവർ വരുമ്പോൾ എതിർത്ത് നാണക്കേടുണ്ടാക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പറയാനാണെങ്കിൽ ഇന്നെനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നീ അറിയേണ്ട കാര്യങ്ങൾ, നീ കരയേണ്ട കാര്യങ്ങൾ. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ പാകത്തിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആനന്ദു. അങ്ങനെ സംസാരിക്കാൻ പാകത്തിനുള്ളൊരവസ്ഥയിലല്ല ഞാനിപ്പോ. ഇപ്പോഴും ഞാൻ ചോദിച്ചാലുള്ള ഉത്തരം പറഞ്ഞില്ല. എന്താ? പണയം വാങ്ങിക്കാൻ വരുന്ന ആളിനെ കുറിച്ച്. പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യേ. ജനനത്തിനും മരണത്തിനിടയ്ക്കുള്ള കുറച്ച് കാലത്തേക്ക് അനുഭവിക്കാനുള്ളതാ ഈ സ്വത്തും സമ്പാദ്യമൊക്കെ. ഒരു ശ്വാസത്തിന്റെ വില ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ മുന്നിൽ ഈ കോടികൾക്ക് കടലാസിന്റെ വില പോലും ഇല്ല. നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. രാഘവ, നിന്നേക്കാൾ വലിയ വമ്പന്മാരൊക്കെ മുട്ടുകുത്തിയിട്ടുണ്ട് എൻ്റെ മുന്നിൽ. പക്ഷേ നീ എനിക്കിട്ട് ശരിക്കൊരു പണി തന്നു. അതെനിക്കങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്ന് വെച്ച് നീ വലിയ മിടുക്കനായിട്ടൊന്നുമില്ല. സാറ് നിന്ന് പിച്ചുമ്പയും പറയാതെ കാര്യം എന്താന്ന് തെളിച്ചങ്ങ് പറ. ബാലാമണി ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. നീ എന്നെ ചതിച്ചത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവാത്തത്. സാറ് ചുമ്മാ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടുക. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. തെളിവ് വല്ലതും ഉണ്ടോ സാറിൻ്റെ കയ്യിൽ?
നിന്റെ മുന്നിലിപ്പോ അവളെ കൊണ്ടുവന്ന് നിർത്താൻ എനിക്ക് പറ്റില്ല. കാരണം ഒളിപ്പിച്ചിരിക്കുന്നത് നീ തന്നെയാണല്ലോ. എനിക്കൊന്നും അറിയില്ല സാറേ, എന്നെ വിട്ടേക്ക്. പൊക്കും ഞാൻ അവളെ. നീ ഏത് നരകത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും ഈ സോളമന്റെ കണ്ണു വെട്ടിക്കാൻ പറ്റില്ല. കണ്ടുപിടിച്ച അവൾക്കല്ല, നിനക്ക് ആദ്യത്തെ കൊട്ടേഷൻ. അത് നമ്മൾ നേരിട്ട, മൂന്നാമതൊരാളുണ്ടാവില്ല. സാറ് എന്ത് വേണേലും ചെയ്യും. എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഈ ഷർട്ടിൽ നിന്നൊന്ന് കൈയെടുക്ക്. എനിക്ക് ദേഷ്യം വന്നാ ഞാൻ വല്ല തല്ലും വെച്ച് തരും. കൈയെടുക്കണം. പിന്നെ നീ എന്നെ അങ്ങ് ചെത്തും. പോടാ. എനിത്തിങ് പോസിറ്റീവ്? പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്സുണ്ട് ബാലാമണിക്ക്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വെന്റിലേറ്ററിലാണെങ്കിലും റിക്കവർ ചെയ്ത് വരും. രക്ഷപ്പെടും അല്ലേ മോളെ? രക്ഷപ്പെടണമല്ലോ, അതിനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. പക്ഷേ കുഞ്ഞില്ലാത്തൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ബാലാമണിയുടെ അടുത്ത ഷോക്ക്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാവുന്ന ഒരവസ്ഥയായോ? ആയിട്ടില്ല, ആവും. ആ പ്രതീക്ഷ ഞാൻ കൈവിടില്ല. ഇതാരാ? അനിയൻ തമ്പിയോ? അല്ല, കോടമ്പാക്കത്തായിരുന്നു കേട്ടല്ലോ. ആയിരുന്നെങ്കിൽ അല്ല, പണ്ടൊക്കെ കോടമ്പാക്കത്തേക്ക് വണ്ടി കയറുന്നത് സിനിമയിൽ അഭിനയിക്കാനാ. ഇനി അങ്ങനെ വല്ല മോഹമുണ്ടോ? അല്ല, പറയാൻ പറ്റൂല. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇങ്ങനെ തന്നെ തുടങ്ങിയത്. ചിലപ്പോ ഭിത്തിയിലൊക്കെ പടം വരും. അയ്യോ, കാണാനില്ല എന്നല്ല, സിനിമ പോസ്റ്ററായിട്ട്. മതി, നീ ഒരുപാട് കളിയാക്കി എന്നെ അങ്ങ് കൊല്ലല്ലേ സോളമ. സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് നിനക്കാ. ജീവിതത്തിൽ അത്രയ്ക്ക് വില്ലനാ നീ. കൂട്ടത്തിൽ നിന്ന് ചതിക്കുന്നവൻ. എന്താടാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്ക് മനസ്സിലായില്ല. നീ തൈക്കൂടം ഭാസ്കരനെ അറിയില്ലേ? നീ അറിയും. അവന് നീ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്റെ പെങ്ങളെ കൊല്ലാൻ. നീ വെറുതെ അനാവശ്യമൊന്നും പറയരുത്. അനാവശ്യമല്ലടാ, സത്യം. അഴകത്തെ സ്വത്ത് മുഴുവൻ കയ്യിലായി കഴിയുമ്പോ കവിതയെ നിനക്ക് സ്വന്തമാക്കണം. എന്നിട്ട് ആ സ്വത്ത് മുഴുവൻ നിന്റെ കയ്യിലാക്കണം. പിന്നെ ആരും അറിയാതെ നിനക്ക് അവളെ കൊല്ലണം, അല്ലടാ? നിന്നോട് ആരായി ഇല്ലാത്തൊക്കെ പറഞ്ഞത്? ഒക്കെ നുണയാ. വിടില്ലടാ നിന്നെ ഞാൻ. എന്റെ പെങ്ങളെ നിനക്ക് കൊല്ലണം, അല്ലടാ? മദ്യപിച്ച് ലക്ക് കെട്ട് ഞാൻ ആരാണെന്ന് അറിയാതെ ആ ഭാസ്കരൻ പറഞ്ഞു പോയതാ എന്നോട്. നീ അവളെ എന്തെങ്കിലും ചെയ്യും മുമ്പ് നിന്നെ ഞാൻ തീർക്കും. വിട് അനിയൻ തമ്പി, വിട്. ഇവിടെ വെച്ചൊരു വഴക്കുണ്ടായ ബാറുകാർ തന്നെ നമ്മളെടുത്തിട്ട് പൂശും. നമുക്ക് പുറത്ത് കാണാം നാളെ. കാണണ്ടാ, നീയുമായിട്ടുള്ള ബന്ധം ഇന്നത്തോടെ തീർന്നു. ഇനി എന്റെ പെങ്ങടെ കൺവട്ടത്ത് പോലും നിന്നെ കാണരുത്. അവളോട് കാര്യങ്ങള് ഞാൻ പറഞ്ഞോളാം. പോടാ.
എടാ പോവാൻ. ആരാടാ ഈ രാത്രി ചാവാനായിട്ട്? സോറി. KL10B 1461. സത്യ, ഒരു ജീപ്പ് വേണം എനിക്ക്. നമ്പർ പ്ലേറ്റ് മാറ്റണം. KL10B 1461. ഇപ്പോ അരമണിക്കൂറിനകത്ത് ഞാനിവിടെ ചാലൂക്കിലുണ്ട്. ഇപ്പൊ തല്ലും വഴക്കും കൊട്ടേഷനൊന്നും ഇല്ലേ രാഘവ? എന്റെ അമ്മോ നിർത്തി. ഇപ്പോ എന്തൊരു മനസമാധാനാണെന്നറിയോ? സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങുന്നതേ ഇപ്പോഴാ. എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ രാഘവ? നേരാ. ഇനി എന്റെ സമയം നന്നാവും. നന്നാവണമല്ലോ. അനിയേട്ടാ എപ്പ എത്തി? രാത്രിയായി. പിന്നെ എനിക്ക് മോളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അനിയേട്ടാ കുടിച്ചിട്ടുണ്ടോ? നാക്ക് കുഴയുന്നു. ഇന്ന് കുടിച്ചു. അതിന്റെ വിഷമം കൊണ്ടാ. മോളെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ചുറ്റും കൂടെ നിൽക്കുന്നവരൊക്കെ ശത്രുക്കളാ. അനിയേട്ടൻ എന്താ കിതയ്ക്കുന്നേ? നടക്കുകയാണോ? വണ്ടി എടുത്തില്ല. കുടിച്ച് വണ്ടി ഓടിച്ച് പോലീസിന്റെ കയ്യിൽ പോയി പെടുന്നെന്തിനാ? സ്റ്റാൻഡിലേക്ക് കുറച്ചേ ഉള്ളൂ. ടാക്സി എടുത്ത് പോയിക്കോളാം. പാതിരാത്രി ആയില്ലേ, ഒന്ന് പെട്ടെന്ന് പോ. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. അതല്ല മോളെ നീ സൂക്ഷിക്കണം. അനിയേട്ടാ ഇത് ശരിയാവില്ല. എവിടെയെങ്കിലും ചെന്ന് വീഴും. പെട്ടെന്ന് വീട്ടിൽ പോയേ. നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാം. അപ്പൊ സംസാരിക്കാം. ഹലോ കട്ട് ചെയ്തോ? ഈ രാത്രിയില്, അതും ഈ പാതിരാത്രിയില് ആരാ ഈ ഫോൺ വിളിക്കാൻ? അനിയേട്ടൻ ആനന്ദു ഇന്ന് വന്നതേ ഉള്ളൂ. എന്തോ പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഈ രാത്രിയിൽ എന്ത് പറയാനാ? അത് ഞാനും ചോദിച്ചു. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ. മദ്യപിച്ചപ്പോ അനിയത്തിയോട് സ്നേഹം കൂടി കാണും. ഈ ലോകത്ത് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരേ ഒരാളാ എന്റെ അനിയേട്ടൻ. അപ്പൊ ഞാനോ? നെഞ്ചത്ത് കൈവച്ച് പറയാമോ അനന്തുന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന്? എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. സ്നേഹമുണ്ട്. അതിപ്പോ അമ്മയോടില്ലേ, ഏട്ടന്മാരോടില്ലേ?
പക്ഷേ അനിയേട്ടനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്വന്തമെന്ന് പറയാൻ അനിയത്തി മാത്രമേ ഉള്ളൂ. പാവം.